നമസ്കാരം. ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. അറസ്റ്റ് ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. ഗൂഢാലോചനയിൽ പങ്കെടുത്തതിന് തെളിവുണ്ടെന്നും കോടതി. സുപ്രീം കോടതിയെ സമീപിക്കാൻ ആപ്പ്. മസാല ബോണ്ടിൽ തോമസ് ഐസക്കിന് ആശ്വാസം. ഐസക്കിനെ ചോദ്യം ചെയ്യുന്നത് ഹൈക്കോടതി വിലക്കി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇഡിക്ക് വിശാലമായി അന്വേഷിക്കാം. ചില ഇടപാടുകൾക്ക് വിശദീകരണം വേണമെന്നും കോടതി. കേരള സ്റ്റോറി പള്ളികളിൽ പ്രദർശിപ്പിക്കില്ല എന്ന് തലശ്ശേരി രൂപത. സിനിമയെടുത്തവരുടെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാനില്ല എന്ന് വിശദീകരണം. സംഘപരിവാർ അജണ്ടയിൽ വീഴരുതെന്ന് മുഖ്യമന്ത്രി. ആന്റോ ആന്റണിക്കായി AK ആന്റണി പ്രചാരണത്തിനെത്തില്ല. ആരോഗ്യ പ്രശ്നമെന്ന വിശദീകരണം. ആന്റണിയുടെ ആഹ്വാനം 2014 മുതൽ ജനം തള്ളുന്നതായി അനിൽ. ഒരച്ഛനും മകൻ തോൽക്കണമെന്ന് ആഗ്രഹിക്കില്ലെന്ന് പത്മജ വേണുഗോപാൽ. തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ BJPയിൽ ചേർന്നു. പെരുമ്പാവൂർ അനസിനെതിരെ കേസെടുത്ത് പോലീസ്. നടപടി വ്യാജ പാസ്പോർട്ടിൽ വിദേശത്ത് കടന്നതിൽ. ഗുണ്ട നേതാവ് ഔറംഗസേബിന്റെ മൊഴിയെടുത്തു. അന്വേഷണം ബംഗളൂരുവിലേക്ക്. ICU പീഡന കേസിലെ അതിജീവിത പ്രക്ഷോഭത്തിലേക്ക്. മെഡിക്കൽ കോളേജ് ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. ആരോഗ്യമന്ത്രിയിൽ നിന്നും സർക്കാരിൽ നിന്നും നീതി ലഭിച്ചില്ലെന്നും അതിജീവിത. വിശദമായി നോക്കാം വാർത്തകളിലേക്ക്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. ED അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. മുഖ്യമന്ത്രി എന്ന പരിഗണന നൽകാനാവില്ല എന്നും മാപ്പ് സാക്ഷികളുടെ മൊഴിയടക്കം മതിയായ രേഖകൾ ഹാജരാക്കാൻ EDക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും കോടതി വ്യക്തമാക്കുന്നു. കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കെജ്രിവാൾ അറിയിച്ചു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഒന്നിനു പിറകെ ഒന്നായി തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. EDയുടെ അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയാണ് ഇന്ന് ഡൽഹി ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ജസ്റ്റിസ് സ്വരനാകാന്ത് മിശ്രയാണ് കെജ്രിവാളിന്റെ ഹർജി തള്ളിയിരിക്കുന്നത്. ഒപ്പം ഈ സീനിയർ അഭിഭാഷകനായ മനു അഭിഷേക് സിംഗ്വിയാണ് കെജ്രിവാളിന് വേണ്ടി ഹാജരായത്. മനു അഭിഷേക് സിംഗ്വി പ്രധാനമായും ഉന്നയിച്ച വാദം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്താണ് കെജ്രിവാളിന്റെ അറസ്റ്റ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ അറസ്റ്റാണ് എന്നാണ് മനു അഭിഷേക് സിംഗ്വി വാദിച്ചത്. എന്നാൽ ഈ വാദങ്ങളെല്ലാം തന്നെ കോടതി ഖണ്ഡിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായും ശക്തമായ നിരീക്ഷണങ്ങൾ, കടുത്ത ഭാഷയിലുള്ള നിരീക്ഷണങ്ങളാണ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയാണ് എന്ന പരിഗണന കെജ്രിവാളിന് നൽകാൻ സാധിക്കുകയില്ല എന്നാണ് ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം EDക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്. അതിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. ഒപ്പം ED തെളിവായി സമർപ്പിച്ച രേഖകളെല്ലാം തന്നെ വിശ്വാസയോഗ്യമാണ്. അത് കെജ്രിവാളിന് എതിരുമാണ്. ഈ സാക്ഷി മൊഴികളുടെ പകർപ്പുകൾ ഉൾപ്പെടെ ED സമർപ്പിച്ചിട്ടുണ്ട്. ഈ സാക്ഷി മൊഴികളുടെ മൊഴി എന്ന് പറയുന്നത് നിയമപരമായി എടുത്തതാണ്. മൊഴി, അതായത് ചോദ്യം ചെയ്യൽ വിചാരണ ഘട്ടത്തിൽ ആ മൊഴി പകർപ്പുകൾ അരവിന്ദ് കെജ്രിവാളിന് ചോദ്യം ചെയ്യാം. പക്ഷേ അത് ഈ സന്ദർഭത്തിൽ സാധിക്കുകയില്ല. മറ്റുള്ളവരോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളും ഗൂഢാലോചനയിൽ പങ്കാളിയായിരുന്നു. ഈ മദ്യനയം രൂപീകരിക്കുന്ന വേളയിൽ എല്ലാം തന്നെയും അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായിരുന്നു എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം തന്നെ വിചാരണ സമയത്ത് സാക്ഷിമൊഴികൾ ചോദ്യം ചെയ്യാം. ആർക്കെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ടിക്കറ്റ് നൽകുന്നതോ ഇലക്ട്രൽ ബോണ്ട് നൽകുന്നതോ കോടതിയുടെ വിഷയമല്ല എന്നും ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും മദ്യനയ അഴിമതി കേസിൽ കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു. വീണ്ടും ആ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ EDയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയാണ് ഡൽഹി ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. കിഫ്ബിയിലെ ഫെമ നിയമലംഘനത്തിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നത് ഹൈക്കോടതി വിലക്കി.
തോമസ് ഐസക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇഡിക്ക് വിശാലമായി അന്വേഷിക്കാം. ഐസക്കിന്റെ സൗകര്യം അറിയിക്കട്ടെ എന്നും ഇഡി വ്യക്തമാക്കി. ചില ഇടപാടുകൾക്ക് വിശദീകരണം വേണമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. തോമസ് ഐസക്കിന്റെ ഹർജിയിൽ മെയ് 22 വാദം തുടരും. കേരള സ്റ്റോറി പള്ളികളിൽ പ്രദർശിപ്പിക്കില്ല എന്ന് തലശ്ശേരി രൂപത. രൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ പ്രദർശിപ്പിക്കാൻ ഔദ്യോഗിക തീരുമാനമില്ല. KCYM-ന്റേതായി വന്ന നിർദ്ദേശം രൂപതയുടേതല്ല. മതവിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സിനിമയെടുത്തവരുടെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാനില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് വിവാദത്തിനില്ല എന്നും തലശ്ശേരി രൂപത വ്യക്തമാക്കുന്നു. കേരള സ്റ്റോറി പ്രദർശനത്തിനെതിരെ വിമർശനവുമായി നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ്. സഭകൾ പ്രചരിപ്പിക്കേണ്ടതും പ്രദർശിപ്പിക്കേണ്ടതും സ്നേഹത്തിന്റെ കഥകളാണ്, വിദ്വേഷത്തിന്റെ കഥകൾ അല്ല എന്നും ഗീവർഗീസ് മാർ കൂറിലോസ് ഫേസ്ബുക്കിൽ കുറിച്ചു. കേരള സ്റ്റോറി വിവാദത്തിന് പിന്നിൽ RSS അജണ്ടയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘപരിവാർ എന്നും ലക്ഷ്യമിടുന്നത് ന്യൂനപക്ഷങ്ങളെയാണ്. സംഘപരിവാർ ലക്ഷ്യമിടുന്നത് മുസ്ലിങ്ങളെ മാത്രമാണെന്ന് കരുതരുത്. RSSന്റെ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിനെതിരെ തിരിക്കുന്നത് RSSന്റെ കെണിയാണ്. കേരള സ്റ്റോറി നാടിനെ അപകീർത്തിപ്പെടുത്തുന്ന പച്ച നുണയാണെന്നും സിനിമയ്ക്ക് കൂടുതൽ പ്രചാരണം കൊടുക്കുന്നതിന് പ്രത്യേക ഉദ്ദേശമുണ്ടാകാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. RSSന്റെ അജണ്ടയാണ്, സംഘപരിവാറിന്റെ അജണ്ടയാണ്. ആ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി മാറാതിരിക്കണം. കേരളത്തിന്റെ കഥയാണല്ലോ പറയുന്നത്. കേരളത്തിൽ എവിടെയാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്? പച്ച നുണ ഒരു നാട്ടിനെ അപകീർത്തിപ്പെടുത്താൻ ഭാവനയിൽ സൃഷ്ടിച്ച കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവതരിപ്പിക്കലേ ഉണ്ടായിട്ടുള്ളത്. ആ അവതരിപ്പിച്ച കാര്യങ്ങളോട് രാജ്യത്ത് നമ്മുടെ നാട്ടുകാർ മാത്രമല്ലല്ലോ. കേരള സ്റ്റോറി മുസ്ലിം വിരുദ്ധവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും കേരള വിരുദ്ധവുമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രൂപത ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് അവർ ഗൗരവപൂർവ്വം ആലോചിക്കണം. ഏതെങ്കിലും ഒരാശയത്തെ നിരോധിച്ച് അവസാനിപ്പിക്കണമെന്ന അഭിപ്രായം CPM-നില്ല. സംഘപരിവാർ അജണ്ട ദൂരദർശൻ ഭാഗമാക്കിയപ്പോഴാണ് എതിർത്തതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സഭയാണ് അത് സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ അത് സംബന്ധിച്ച് എടുത്ത നിലപാട് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നതിന് 3 ഉള്ളടക്കം. ഒന്ന്, അത് മുസ്ലിം വിരുദ്ധമാണ്. 2, അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. 3, അത് കേരള വിരുദ്ധമാണ്. ഈ 3 ഉള്ളടക്കങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മൂല്യവുമില്ലാത്ത RSS അതിൻ്റെ അജണ്ട പ്രഖ്യാപിച്ച് സാധാരണ ഒരു വാറോല പോലെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു സാമൂഹ്യമോ സാംസ്കാരികമോ ഇനി കലാപരമോ ആയ ഒരു മൂല്യവും ഉള്ള സിനിമയല്ല കേരള സ്റ്റോറി. ലവ് ജിഹാദ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി. ലവ് ജിഹാദിന്റെ കണക്ക് എല്ലാം ബിഷപ്പുമാരുടെയും കയ്യിലുണ്ട്. കേരള സ്റ്റോറി എല്ലാവരെയും കാണിക്കണമെന്നും കേരള സ്റ്റോറി റിയൽ സ്റ്റോറിയാണെന്നും തുഷാർ പറഞ്ഞു. തീർച്ചയായും കാണിക്കണം. ഇതുപോലുള്ള വികൃതിതരം കാണിക്കുന്ന ആളുകൾ തുറന്നു കാണിക്കണ്ടേ? അതിന് എന്താ തെറ്റുള്ളത്? കാര്യം വെച്ചാൽ ഒരു ശരിക്കും ആ ഒരു വിഭാഗത്തെ തന്നെ ചീത്തയാക്കുന്ന രീതിയിൽ അതിനകത്ത് വളരെ മൈനോറിറ്റി ആയിട്ട് നിൽക്കുന്ന ആളുകൾ ചെയ്യുന്ന വൃത്തികേടാണ് ഈ പറയുന്ന കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിലുള്ള ലോകത്തിലുള്ള മുഴുവൻ ആളുകളും അവരെ മൊത്തത്തിൽ ആ സമുദായത്തെ മൊത്തം അങ്ങനെ കാണുന്ന രീതിയിലേക്ക് കൊണ്ടുപോയതാരാ? ഞങ്ങളാരും അല്ലല്ലോ. ഇപ്പോൾ ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെടുന്നവരോ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്നവരോ ഒന്നുമല്ല അവരിങ്ങനെ കാണുന്ന സിറ്റുവേഷൻ ഉണ്ടായത്. ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ചില ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായിട്ടുള്ളത്. അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ജനറലൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരിക്കലും ശ്രമിക്കുന്നില്ല. ആ മൈനോറിറ്റി ആളുകൾ ചെയ്തിട്ടുള്ള കാര്യം തുറന്ന് കേരളത്തിലുള്ള കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അത് ഒരു സംശയമില്ല. 100% എന്താ സംശയം? 100% ലൈവ് നിലനിൽപ്പുണ്ട്. അതിൻ്റെ കണക്കുകൾ മുഴുവൻ എല്ലാ ബിഷപ്പുമാരുടെ കയ്യിലുണ്ട്. അതുകൂടെ പള്ളികളിൽ കയറി പ്രശ്നം ഉണ്ടാക്കുന്ന ആരാണ്? ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ കയറി പള്ളിയിൽ കയറി ഇത്രയും വൃത്തികേട് കാണിച്ച് എന്ത് നടപടിയെടുത്തു? എല്ലാം വർത്താനം പറഞ്ഞ എല്ലാവരും പോയി. ബേസിക്കലി കാരണം അത് ആ സമുദായത്തിൻ്റെ മുഴുവൻ ആളുകളുടെ താല്പര്യമാണോ? അതിൽ ബഹുഭൂരിപക്ഷം ആളുകൾ എതിരാണ്. മുസ്ലിം സഹോദരന്മാർ എനിക്ക് എത്രയോ സുഹൃത്തുക്കളുണ്ട്. അവരാരും ഒരാളിതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ മൈനോറിറ്റി ആയിട്ട് നടക്കുന്ന ആളുകൾ, കുറച്ച് ആളുകൾ കാണിക്കുന്ന വൃത്തികേടിന് ആ ഒരു മൊറ്റ സമുദായമാണ് പിന്നെ ബുദ്ധിമുട്ടിലാകുന്നത്. ഒരിക്കലും കേരള സ്റ്റോറി കേരളത്തിലെ എല്ലാ മലയാളിയും കാണണമെന്ന് എൻ്റെ അഭിപ്രായം. ഇന്ത്യയിലുള്ള ലോകത്തിലുള്ളവർ മുഴുവൻ കാണണം. ഇത് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള വൃത്തികേട് ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത്. ഇത് റിയൽ സ്റ്റോറിയാണത്.
തെരഞ്ഞെടുപ്പ് പ്രചാരണം മൂന്നാം ഘട്ടത്തിലേക്ക്. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. പത്തനംതിട്ടയിൽ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് വോട്ട് തേടി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി എത്തില്ല. ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ടാണ് പ്രചാരണത്തിന് പോകാത്തതെന്നാണ് വിശദീകരണം. എന്നാൽ അനിൽ ആന്റണി തോൽക്കണമെന്നും ആന്റോ ആന്റണി ജയിക്കണമെന്നും AK ആന്റണി പ്രതികരിച്ചു. അനിൽ ആന്റണി ജയിക്കണ്ടേ എന്ന ചോദ്യത്തിനായിരുന്നു AK ആന്റണിയുടെ മറുപടി. മക്കളെപ്പറ്റി അധികം പറയിപ്പിക്കേണ്ടെന്നും താൻ ആ ഭാഷ ശീലിച്ചിട്ടില്ലെന്നും ആന്റണി പ്രതികരിച്ചു. പ്രചാരണ രംഗത്ത് ഇറങ്ങുന്നില്ലെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ കടന്നാക്രമണം നടത്തിയുള്ള നീക്കത്തിനാണ് AK ആന്റണി തുടക്കം കുറിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാകാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും ഇന്ന് AK ആന്റണി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറഞ്ഞുകൊണ്ടാണ് KPCCയുടെ മാധ്യമ സംഘടിപ്പിച്ച മാധ്യമ മുഖാമുഖത്തിൽ രംഗത്ത് വന്നത്. ഏറ്റവും അധികം വിമർശനം അദ്ദേഹം ഉന്നയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ്. മോദിയുടെ ഭരണം ഇനി രാജ്യത്ത് തുടരാൻ പാടില്ല, അങ്ങനെ വന്നാൽ അത് രാജ്യത്തെ ഇപ്പോഴത്തെ ഇന്ത്യയെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം തുടങ്ങിയതെങ്കിലും അതിനുശേഷം കൂടുതലും AK ആന്റണി വിമർശിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. ഇടതു മുന്നണിയെ ഒന്നടങ്കമല്ല, പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിക്കുകയായിരുന്നു AK ആന്റണി. അതിന് കാരണം കോൺഗ്രസ് ഭരണഘടനയെ വെള്ളം ചേർക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ്. ഭരണഘടനയും കോൺഗ്രസിനെയും കുറിച്ച് പറയാൻ ഭരണഘടന എന്ത് അവകാശമാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് എന്ന് ചോദിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനം AK ആന്റണി തുടങ്ങിവച്ചത്. ഭരണഘടനയുടെ അവകാശികൾ അത് അംബേദ്കറും അതുപോലെ കോൺഗ്രസ് പാർട്ടിയുമാണ്, നെഹ്റുവിന്റെ ആശയങ്ങളുമാണ്. അതിനെ അന്ന് എതിർത്ത മുഖ്യമന്ത്രിയുടെ പാർട്ടി അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം എങ്ങനെ ഇപ്പോൾ ഭരണഘടന പേരിൽ കോൺഗ്രസ് വിമർശിക്കുന്നു എന്നാണ് AK ആന്റണിയുടെ ചോദ്യം. ആ ഭരണഘടന എഴുതിച്ചേർന്നത് കോൺഗ്രസ് ആണ്, ഡോക്ടർ അംബേദ്കറാണ്. ആ ഭരണഘടന സംരക്ഷിക്കുന്നതാണ് കോൺഗ്രസ് പറയുന്നത്. അന്ന് ഈ ഭരണഘടന എഴുതിയപ്പോൾ മുഖ്യമന്ത്രിയുടെ പാർട്ടി ഭരണഘടന ഉണ്ടാക്കുന്ന എതിർത്തവരാണ്. കേരളത്തിലെ സർക്കാരിനെതിരെയും വലിയ വിമർശനങ്ങൾ ആന്റണി ഉന്നയിച്ചു. മോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരരുത്, അതുപോലെ തന്നെ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ നിദ്രോഹങ്ങൾക്കുള്ള മറുപടിയായി കൂടി തെരഞ്ഞെടുപ്പ് മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതുകൊണ്ട് 20 സീറ്റിലും UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനയാണ് AK ആന്റണി മുന്നോട്ട് വച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നേരത്തെ തന്റെ മകൻ അനിൽ ആന്റണി BJPയിലേക്ക് പോയതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കാര്യമായ മറുപടി പറയാതെ ഒഴിഞ്ഞുമാറിയിരുന്നു. ഇന്ന് പക്ഷേ നിരന്തരം ഈ ചോദ്യങ്ങൾ മുന്നിൽ വന്നപ്പോൾ അദ്ദേഹം അക്കാലത്ത് നിലപാട് പ്രഖ്യാപിച്ചു. മകനും അതുപോലെ തന്നെ K കരുണാകരന്റെ മകൾ പത്മജയും BJPയിലേക്ക് പോയതിൽ കടുത്ത അതൃപ്തി വ്യക്തമാക്കുന്ന പരാമർശമാണ് AK ആന്റണി നടത്തിയത്. മക്കളെ കുറിച്ച് എന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട, ആ ഭാഷ ഞാൻ ശീലിച്ചിട്ടില്ല. ആ ഭാഷ എന്റെ സംസ്കാരത്തിന്റെ ഭാഗമല്ല, അതുകൊണ്ട് എന്നെക്കൊണ്ട് സംസാരിക്കില്ല. ആന്റോ ആന്റണിയുടെ പ്രചരണത്തിന് എന്തുകൊണ്ട് പത്തനംതിട്ടയിൽ പോകുന്നില്ല എന്ന ചോദ്യത്തിലുള്ള മറുപടിയും വളരെ ശ്രദ്ധേയമായിരുന്നു. ആന്റോ ആന്റണിക്ക് വേണ്ടി താൻ പോകേണ്ട കാര്യമില്ല, ആന്റോ ആന്റണി അവിടെ ജയിക്കും എന്ന് പറഞ്ഞ AK ആന്റണി അനിൽ ആന്റണിയുടെ പരാജയം ഉറപ്പെന്നും പരോക്ഷമായി പറഞ്ഞു. ഞാൻ പ്രകടനത്തിന് പോകാതെ തന്നെ ആന്റോ ആന്റണി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും, സംശയിക്കില്ല. ഏതായാലും AK ആന്റണിയുടെ വാർത്താ സമ്മേളനങ്ങൾ, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾ എക്കാലത്തും വലിയ വിവാദമായും വലിയ ചർച്ചയായും മാറാറുണ്ട്. അത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടകൾ തന്നെ നിശ്ചയിക്കാറുള്ളതുമാണ്. ഇത്തവണ അത്തരമൊരു സാഹചര്യം ഉണ്ടാകില്ല. ഈ വാർത്താ സമ്മേളനം ഒതുങ്ങാൻ തന്നെയാണ് സാധ്യത. തെരഞ്ഞെടുപ്പ് കാലത്ത് AK ആന്റണിയുടെ രാഷ്ട്രീയ ഇടപെടൽ അദ്ദേഹം പ്രചരണത്തിന് പോകാൻ നിശ്ചയിച്ചില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹവും കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കുന്നത്. AK ആന്റണിക്ക് മറുപടിയുമായ അനിൽ ആന്റണി 2014 മുതൽ AK ആന്റണിയുടെ ആഹ്വാനം ജനം തള്ളുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ ആളാണ് AK ആന്റണി. രാഹുൽ ഗാന്ധി വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്. പരാജിതനായ രാഹുൽ ഗാന്ധിയെ ജനം അംഗീകരിക്കില്ലെന്നും അനിൽ ആന്റണി പ്രതികരിച്ചു. എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള എൻ്റെ കുടുംബക്കാരനാണ് എൻ്റെ പിതാവാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായി ഞാൻ അദ്ദേഹത്തിനോട് യോജിക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ BJPയിൽ പ്രവേശിച്ച സമയത്ത് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞല്ലോ, വീട്ടുകാർ വേറെ രാഷ്ട്രീയം വേറെ. ഞാനിന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവേശിച്ച് അന്ന് തന്നെ ഞാൻ വളർന്നു. അദ്ദേഹത്തിൻ്റെ പിതാവാണ്, എനിക്ക് വളരെ ബഹുമാനമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ കുറിച്ച് എനിക്ക് വിശ്വാസമില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരാജയങ്ങൾ മറച്ചു വെക്കാൻ 2014
പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും കിട്ടാതെ ആണ് ഇവർ പരാജയപ്പെട്ടത്. 2019 പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് പോലും അർഹമല്ലാത്ത രീതിയിലാണ് പരാജയപ്പെട്ടത്. 2016 2021 സംസ്ഥാന രാഷ്ട്രീയത്തിലും വളരെ ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത്. ഈ കോൺഗ്രസ്സുകാരൊക്കെ അവസാനമായിട്ടൊരു തെരഞ്ഞെടുപ്പ് ജയിച്ചെന്നാണ്. ഇവരെല്ലാം ഇന്ത്യൻ ജനത പിന്നെയും ചവിട്ടുകൊട്ടയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ല. എന്നിട്ട് ഇനി ഇപ്പോൾ പറഞ്ഞതിന് എന്ത് പ്രസക്തി? കഴിഞ്ഞ 10 വർഷമായിട്ട് ഒന്നും പറഞ്ഞ് നടക്കാത്തവർ ഇന്നും എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരച്ഛനും മകൻ തോൽക്കണമെന്ന് ആഗ്രഹിക്കില്ലെന്ന് പത്മജ വേണുഗോപാൽ. അനിൽ ആന്റണി പരാജയപ്പെടണമെന്ന AK ആന്റണിയുടെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു പത്മജ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മക്കള് തോക്കണമെന്ന് ഒരച്ഛനും ആഗ്രഹിക്കില്ല. അത് ഏത് പാർട്ടിയായാലും. എൻ്റെ അനുഭവം അതാണ്. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെ ദല്ലാൾ നന്ദകുമാർ. അനിൽ ആന്റണി ഒരു ദല്ലാളായിരുന്നു. CBI സ്റ്റാൻഡിംഗ് കൌൺസിൽ അംഗത്തിനെ നിയമിക്കാം എന്ന പേരിൽ തന്റെ പക്കൽ നിന്ന് 25 ലക്ഷം രൂപ അനിൽ ആന്റണി കൈപ്പറ്റിയെന്ന് നന്ദകുമാർ വെളിപ്പെടുത്തി. 2012-2014 കാലഘട്ടത്തിലായിരുന്നു ഇത്. പിതാവിനെ വെച്ച് വിലപേശി പണം വാങ്ങിയ വ്യക്തിയാണ് അനിൽ എന്നും നന്ദകുമാർ ആരോപിക്കുന്നു. തൃശൂരിൽ 20-ലധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ BJPയിൽ. മണ്ഡലം ഭാരവാഹികൾ അടക്കമുള്ളവരാണ് K കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മുരളി മന്ദിരത്തിൽ വെച്ച് BJP അംഗത്വം സ്വീകരിച്ചത്. അംഗത്വം സ്വീകരിച്ച ശേഷം കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പ്രാർത്ഥന നടത്തി. തുടക്കം മാത്രമാണിതെന്നും ഇനിയും നിരവധി പേർ BJPയിലെത്തുമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. റോബർട്ട് വാദ്രയെ പോലെയുള്ളവരാണ് കോൺഗ്രസിന് വേണ്ടതെന്നും അത്രത്തോളം ഗതികെട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്നും പത്മജ വിമർശിച്ചു. ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിനേക്കാളും കൂടുതൽ ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ എന്താ പറയുക, ശരിക്കും പറയുകയാണെങ്കിൽ അവർ ചെയ്യുന്ന വൃത്തികേടുകളൊക്കെ പറഞ്ഞാൽ ഇനി ഒറ്റ കോൺഗ്രസ്സുകാരെ ഇനി അവരെ കൂടെ നിൽക്കില്ല. ആ രീതിയിലാണ് അവരിപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ മനസ്സ് മടുത്തിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. ഞാൻ ഇത് വിട്ട് നാട് വിട്ട് പോയാലോ, കോൺഗ്രസിനെ പേടിച്ച് നാട് വിടാൻ ആലോചിച്ച ആളാണ് ഞാൻ. കാരണം ഇനി പോയാൽ ഇതേമാതിരി ചീത്ത കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി കോൺഗ്രസ്സിൽ നിന്നിട്ട് കോൺഗ്രസ്സുകാരെ എന്നെ ചീത്ത പറയുന്നുണ്ട്, പിന്നെ എന്തിനാപ്പം ഇനി വേറെ പാർട്ടിയിൽ പോയിട്ട് കിട്ടിക്കോട്ടെ. അപ്പോൾ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, വെറുതെ എഴുതി സമയം കളയണ്ട. എനിക്ക് നല്ല തൊലിക്കെട്ടി അക്കാര്യത്തിൽ. കാരണം കുട്ടിക്കാലം മുതൽ എൻ്റെ പിതാവിൻ്റെ കൂടെ നിന്ന് അച്ഛൻ പല കൊലക്കേസുകളിൽ പ്രതി, ഇത് ഞങ്ങൾക്ക് കോളേജിൽ പോകാൻ പറ്റിയില്ല. ഞാൻ അന്നും കോളേജിൽ പോയിരുന്നു കേട്ടോ. എല്ലാ സമയത്തും എനിക്കൊരു കോളേജിൽ പോകാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വെറുതെ സമയം കളയണ്ട. എനിക്ക് ഒന്നെന്ന് വരെ ഞാൻ എല്ലാം വളരെ ജോളി ആയിട്ടെടുക്കുന്ന ആളാണ്. എന്താ പറയണ്ടത്, കുറ്റം പറഞ്ഞാലും എൻ്റെ പിതാവ് ഒരു വാക്ക് പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പറ്റി നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും നമ്മളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം, എന്നാലേ നമ്മൾ ജനശ്രദ്ധയിൽ നിൽക്കുള്ളൂ. അത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അമ്മ മരിച്ചതിന്റെ ഓർമ്മ ദിനമായി ഇന്ന് രാഷ്ട്രീയമായ ഒരു കാര്യത്തിന് ഉപയോഗിച്ചത് തരം താഴ്ന്ന നടപടിയാണെന്ന് K മുരളീധരന്റെ പ്രതികരണം. എന്നും കോൺഗ്രസ് ആയിരുന്ന അച്ഛന്റെ നിഴൽ പറ്റി മാത്രം ജീവിച്ച ഒരാളായിരുന്നു അമ്മ. തന്റെ അമ്മയുടെയും അച്ഛന്റെയും സ്മൃതി മണ്ഡപത്തിൽ പ്രാർത്ഥിച്ചാൽ ബുദ്ധിയില്ലാത്തവർക്ക് ബുദ്ധി വരുമെന്നും മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പുതിയ വിവാദം. തോൽവി മുന്നിൽ കണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസ് ഇടത് സ്ഥാനാർത്ഥിക്ക് മറിച്ചു നൽകുന്നുവെന്നാണ് ആരോപണം. തീരദേശത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ പുതിയ ആരോപണം വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഇതിനിടെ ശശി തരൂരിന്റെ പ്രചാരണ വാഹനം ഇന്നലെ വീണ്ടും പ്രവർത്തകർ തടഞ്ഞെന്ന പുതിയ വിവാദവും ഉയർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ പ്രചരണ ജാഥയ്ക്കിടെ, വാഹന പ്രചരണ യാത്രക്കിടെയുള്ള തർക്കം വീണ്ടും വാർത്തകൾ നിറയുകയാണ്. കഴിഞ്ഞ ദിവസം ബാലരാമപുരത്തായിരുന്നുവെങ്കിൽ ഇന്നലെ സംഭവിച്ചത് മണ്ണന്തലയിലാണ്. മണ്ണന്തലയിൽ ശശി തരൂരിന്റെ വാഹനജാഥയുടെ സമാപനത്തോടനുബന്ധിച്ചായിരുന്നു തർക്കമുണ്ടായത്. രണ്ടു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയി. തരൂരിന്റെ വാഹനം തടഞ്ഞു നിർത്തുന്ന സാഹചര്യവും തരൂരിനെതിരെ കയ്യേറ്റമുണ്ടായതായും ആരോപണമുണ്ട്. ഇന്നലെ മണ്ണന്തലയിൽ രാത്രി സംഭവിച്ചത് ശശി തരൂരിന് വേണ്ടി പ്രചരണത്തിലെത്തിയ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കുന്നതിനെ ചൊല്ലിയാണ് കോൺഗ്രസ് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടായത്. ഇത് പിന്നീട് സ്ഥാനാർത്ഥി പോയ ശേഷം ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയായിരുന്നു. ശശി തരൂരിന്റെ വാഹനം തടഞ്ഞു നിർത്തുന്ന സംഭവമുണ്ടായി. മുൻ MLA എം എ വാഹിദ് അടക്കമുള്ളവർ ഈ പ്രശ്നത്തിന് പിന്നിലുണ്ട് എന്ന ആരോപണവും കോൺഗ്രസിൽ ശക്തമാവുകയാണ്. ശശി തരൂരിനെതിരെ കയ്യേറ്റമുണ്ടായതും വളരെ ഗൌരവത്തോടെയാണ് കോൺഗ്രസ് നേതൃത്വം കാണുന്നത്. അതായത് തുടർച്ചയായി സ്ഥാനാർത്ഥിയുടെ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഇത്തരം തർക്കങ്ങളുണ്ടാകുന്നു. അത് ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുന്നത് കോൺഗ്രസിന് അക്ഷരാർത്ഥത്തിൽ നാണക്കേടായി മാറുകയാണ്. കോൺഗ്രസിലെ ഈ തർക്കങ്ങൾ, ഈ അനിശ്ചിതത്വം ഇടത് മുന്നണിയും അതുപോലെ BJPയും കാര്യമായി ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ ശശി തരൂർ പറഞ്ഞത് UDFും BJPയും തമ്മിലാണ് ഇവിടെ നേർക്കുനേർ പോരാട്ടം എന്ന് പറഞ്ഞെങ്കിലും ഇന്നലെ BJP നേതൃത്വം അതിനെ ചോദ്യം ചെയ്യുന്ന മറ്റൊരു നിലപാടുമായി രംഗത്തെത്തി. ശശി തരൂർ തോൽവി ഉറപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ
ന്യൂനപക്ഷ വോട്ടുകൾ ഇടതു സ്ഥാനാർത്ഥിക്ക് മറിച്ചു നൽകാൻ ഇടതു സ്ഥാനാർത്ഥിക്ക് നൽകാനായി UDF-ലെ ഒരു വിഭാഗം ചർച്ചകൾ തുടങ്ങിയെന്ന ആരോപണമായിരുന്നു BJP-യുടെ ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് മുന്നോട്ട് വച്ചത്. UDF-ലുള്ള ന്യൂനപക്ഷ വോട്ടുകൾ LDF-ൽ എത്തിക്കുവാനുള്ള ഒരു ആലോചന UDF-നുള്ളിൽ നടക്കുന്നതായിട്ട് UDF പ്രവർത്തകർ തന്നെ വിവരം തരുന്നുണ്ട്. എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളി ഇടതുമുന്നണി നേതൃത്വം രംഗത്തെത്തി. ഇടതുമുന്നണിയുടെ തിരുവനന്തപുരം മണ്ഡലം കമ്മിറ്റി ചെയർമാൻ M. വിജയകുമാർ പറയുന്നത് രണ്ടാം സ്ഥാനത്തിനു വേണ്ടിയാണ് തരൂറും രാജീവ് ചന്ദ്രശേഖരനുമുള്ള പോരാട്ടം. പന്ന്യൻ രവീന്ദ്രൻ ജയിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഇപ്പോൾ BJP-യുടെ ഈ ആരോപണം ഭൂരിപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള BJP-യുടെ കുടില തന്ത്രത്തിന്റെ ഭാഗമെന്നാണ്. വസ്തുതകൾ നോക്കുമ്പോൾ ഈ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ രാഷ്ട്രീയമായിട്ട് പന്ന്യൻ രവീന്ദ്രൻ വളരെ മുന്നിലാണ്. സ്ഥാനാർത്ഥി എന്ന നിലയിലും ഏറ്റവും ജനകീയനായി സ്വീകാര്യത നേടി ഒരു ജനങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറയാവുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് പന്ന്യൻ ഉയർന്നു വന്നു എന്ന് മാത്രമല്ല, പന്ന്യന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉയർന്നു വരുന്നുണ്ട്. അതാണിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം അതിശക്തമായ ത്രികോണ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. ശശി തരൂറിന് നേരത്തെ ഉണ്ടായിരുന്ന മേൽക്കൈ ഇല്ല എന്ന ഇടതുമുന്നണിയും BJP-യും ഒരുപോലെ ഉറപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ആര് ജയിക്കുമെന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഈ മത്സരമുണ്ടാകുന്നത്. രണ്ടാം സ്ഥാനത്ത് ഇപ്പോഴും ശശി തരൂർ തന്നെ എത്തിയേക്കുമെന്ന തരത്തിലുള്ള പ്രതികരണം ചില ഇടതു കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതിശക്തമായ പോരാട്ടം, തികച്ചും അപ്രവചനീയമായ പോരാട്ടത്തിലേക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഓരോ ദിവസവും മാറുകയാണ്. റംസാൻ, വിഷു, ചന്ത വോട്ടർമാരെ സ്വാധീനിച്ചേക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണ് കൺസ്യൂമർ ഫെഡിന്റെ ആവശ്യം. ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നടപടിയും അംഗീകരിക്കാൻ കഴിയില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. കൊച്ചി അധോലോകത്തെക്കുറിച്ച് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തകളിൽ കടുത്ത നടപടികളുമായി പോലീസ്. ഗുണ്ടാത്തലവൻ പെരുമ്പാവൂർ അനസിനെതിരെ പോലീസ് കേസെടുത്തു. വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടന്നതിലാണ് എറണാകുളം സൌത്ത് പോലീസിന്റെ നടപടി. ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അനസിനെതിരെ കേസെടുത്തത്. വ്യാജ പാസ്പോർട്ട് കേസിൽ ബംഗളൂരുവിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്നുള്ള സൂചനകളുമുണ്ട്. കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ പെരുമ്പാവൂർ അനസ് വ്യാജ പാസ്പോർട്ടിൽ ദുബായിലേക്ക് കടന്നെന്ന് ഗുണ്ടാ നേതാവായ ഔറംഗസേബ് ന്യൂസ് 18 വെളിപ്പെടുത്തിയതിന് പിന്നാലെ നിർണായകമായ പല കേസുകളിലേക്കും അന്വേഷണം നീങ്ങുകയാണ്. കൊലപാതകം, വധശ്രമം, കൊട്ടേഷൻ, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായ അനസ് രാജ്യം വിട്ട കാര്യം പോലീസോ മറ്റേജൻസികളോ അറിഞ്ഞിരുന്നില്ല. ന്യൂസ് 18 അന്വേഷണ പരമ്പരയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര ഇന്റലിജൻസും ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും പോലീസും കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അനസിന്റെ വിശ്വസ്തരായിരുന്ന ഔറംഗസേബിനെയും ഇബ്രാഹിം കുട്ടിയെയും ATS ചോദ്യം ചെയ്തിരുന്നു. അനസിന്റെ മറ്റ് വിശ്വസ്തരിലേക്കും ഇതു സംബന്ധിച്ച അന്വേഷണം നീങ്ങുന്നുണ്ട്. ഇതിന് സമാന്തരമായിട്ടാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. വ്യാജ പാസ്പോർട്ടിൽ രാജ്യം വിട്ടെന്ന വിവരത്തിന്റെ പശ്ചാത്തലത്തിൽ അനസിനെതിരെ എറണാകുളം സൗത്ത് പോലീസാണ് കേസെടുത്തത്. വ്യാജരേഖകളിലൂടെ അനസിന് പാസ്പോർട്ട് നൽകിയ ബംഗളൂരുവിലെ ഏജൻസിയിലേക്കും അന്വേഷണം നീങ്ങുമെന്നാണ് സൂചന. നേപ്പാൾ വഴിയാണ് അനസ് വ്യാജ പാസ്പോർട്ട് വഴി വിദേശത്തേക്ക് കടന്നെന്നായിരുന്നു വെളിപ്പെടുത്തൽ. പെരുമ്പാവൂരുകാരനായ അനസ് ബംഗളൂരു മേൽവിലാസത്തിൽ നിർമ്മിച്ച വ്യാജ ജനന സർട്ടിഫിക്കറ്റും ആധാർ കാർഡും ഉപയോഗിച്ചാണ് വ്യാജ പാസ്പോർട്ട് തരപ്പെടുത്തിയതെന്ന് ഔറംഗസേബ് വെളിപ്പെടുത്തിയിരുന്നു. ഗുണ്ടാ നേതാവ് ഔറംഗസേബിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് കേസിൽ നിർണായകമായത്. കൊച്ചി ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം ഔറംഗസേബിനെ ചോദ്യം ചെയ്തത്. അനസിന്റെ വിദേശ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഔറംഗസേബിൽ നിന്നും ചോദിച്ചറിഞ്ഞു എന്നാണ് വിവരം. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ വെച്ച് നടപ്പാക്കിയ അനസിന്റെ കൊട്ടേഷൻ പ്രവർത്തനങ്ങളും പോലീസ് അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അനസും സംഘവും വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നും അതിൽ ലഭിച്ച പണം ഉപയോഗിച്ച് ദുബായിൽ പുതിയൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെന്നും ഔറംഗസേബ് വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യവും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. കൊലക്കുറ്റം, വധശ്രമം, കൊട്ടേഷൻ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായ അനസ് 2 വട്ടം കാപ്പ ചുമത്തപ്പെട്ട കുപ്രസിദ്ധ ഗുണ്ടാ തലവനാണ്. ടോം കുര്യാക്കോസ്, ന്യൂസ് 18, കൊച്ചി. മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ പ്രതിയെ സംരക്ഷിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അതിജീവിത പ്രക്ഷോഭത്തിലേക്ക്. തന്നോടൊപ്പമുണ്ടെന്ന് ആവർത്തിക്കുന്ന ആരോഗ്യമന്ത്രിയിൽ നിന്നും സർക്കാരിൽ നിന്നും നീതി ലഭിച്ചില്ല എന്ന് അതിജീവിത ന്യൂസ് 18 പറഞ്ഞു.
കഴിഞ്ഞ വർഷം മാർച്ച് 18-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്കു ശേഷം ICUവിൽ പ്രവേശിപ്പിച്ച യുവതിയെ അറ്റൻഡർ പീഡിപ്പിച്ചത്. കേസ് വിചാരണയിലേക്ക് കടക്കുമ്പോഴും പീഡനത്തിനു ശേഷം വൈദ്യപരിശോധനയിലടക്കം വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്കും ഗുരുതരമായ പിഴവ് വരുത്തിയ മറ്റു ജീവനക്കാർക്കുമെതിരെ നടപടിയില്ല. നടപടി ആവശ്യപ്പെട്ട് അതിജീവിത സർക്കാരിനെയും പോലീസിനെയും സമീപിച്ചിരുന്നു. എന്നാൽ കൃത്യമായ പരിശോധന നടത്താതെ തന്റെ സ്ത്രീത്വത്തെ പോലും അപമാനിച്ച ഡോക്ടർക്കെതിരെ ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്നാണ് പരാതി. പോലീസ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തൽ പോലും ലഭ്യമാക്കിയിട്ടില്ല. യാഥാർത്ഥ്യം മറച്ചു വെക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്നുള്ള വീഴ്ച പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഹെഡ് നഴ്സിനെ സ്ഥലം മാറ്റിയത്. അതുപോലെ ഞാൻ പരാതി കൊടുത്ത് ഒരുപാട് തവണ ഞാൻ ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തതാണ്. പക്ഷെ അതിലൊന്നും ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു ഈ സംഭവം നടന്നിട്ട്. വന്ന് കൊടുത്ത ഈ പരാതിന്മേൽ ഇതുവരെ ഒരു നടപടി എടുക്കുകയോ ആ ഡോക്ടർ KV പ്രീതിക്കെതിരെ എന്തെങ്കിലും ഒരു ചലനമോ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് പലവട്ടം കത്തും സന്ദേശങ്ങളും അയച്ചു. യാതൊരു മറുപടിയും ഉണ്ടായില്ല. തനിക്കൊപ്പമുണ്ടെന്ന് ആവർത്തിക്കുന്ന ആരോഗ്യമന്ത്രി വാക്കുകൾക്കപ്പുറം നടപടികളിലൂടെ അത് തെളിയിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഈ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയാണ്, എനിക്ക് തരേണ്ട സുരക്ഷയിലും വലിയ വീഴ്ച വരുത്തിയെന്നൊക്കെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതും വെച്ചിട്ടാണ് ഞാൻ പരാതി കൊടുത്തത് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും. അതൊക്കെ അവര് മൂടി വെച്ചു. എന്നിട്ട് ഇപ്പോൾ അവർ വീമ്പളക്കി എല്ലാ മീഡിയക്ക് മുന്നിൽ അവർ പറയുന്നു അതിജീവിതയ്ക്കും വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്, അതിജീവിതയ്ക്ക് എല്ലാ സുരക്ഷയും കൊടുത്തു. എന്ത് സുരക്ഷയാണ് അവർ എനിക്ക് തന്നിട്ടുള്ളത്? എന്ത് നടപടി അല്ലെങ്കിൽ എന്ത് നീതിയാണ് അവരെനിക്ക് തന്നിട്ടുള്ളത്? വേദനയല്ലാതെ ഈ 1 വർഷമായിട്ട് ഞാൻ പബ്ലിക്കിന്റെ മുന്നിൽ മുഖം മറച്ച് നടക്കേണ്ട ഒരു അവസ്ഥ. പരാതികളിൽ നടപടിയെടുക്കാനായി 3 ദിവസം കാത്തിരിക്കും. ഫലം അനുഭാവപൂർവമല്ലെങ്കിൽ സമരം തുടങ്ങും. 1 വർഷം ഞാൻ ക്ഷമിച്ചില്ലേ, ഇനി എനിക്ക് ക്ഷമയില്ല. കാരണം ഞാൻ എന്തായാലും പുറത്തേക്ക് ഇറങ്ങി. ഇനി എനിക്ക് നീതി വാങ്ങുന്നതുവരെ ഞാൻ സമരം തന്നെ ചെയ്യും. ഞാൻ ഏറിയാൽ ഒരു 2-3 ദിവസം ഞാൻ സമയം കൊടുക്കും. അതിലധികം ഞാൻ സമയം കൊടുക്കില്ല. അതിജീവിതയെ പിന്തുണച്ച സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും തിരികെ കോഴിക്കോട് ജോലിയിൽ പ്രവേശിപ്പിക്കാത്തതിനെ തുടർന്ന് 6 ദിവസം സമരം ചെയ്ത് സർക്കാരിനെ മുട്ടുകുത്തിച്ചാണ് അനിത ജോലിയിൽ തിരികെ കയറിയത്. കോഴിക്കോട് നിയമനം നൽകാത്തതിനെ തുടർന്ന് അനിത ഫയൽ ചെയ്ത കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേള. ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ ജയിക്കണമെന്ന AK ബാലന്റെ പ്രസ്താവനയ്ക്ക് G സുധാകരന്റെ തിരുത്ത്. തെരഞ്ഞെടുപ്പിൽ CPM മത്സരിക്കുന്നത് ദേശീയ പാർട്ടി പദവി നിലനിർത്താനല്ല. പാർട്ടിയുടെ ഒരു ഘടകത്തിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആരും അങ്ങനെ പറയാനും പോകുന്നില്ല. ഞങ്ങൾ പഠിച്ചതും അതല്ല. ആവശ്യമുള്ളത് പറഞ്ഞാൽ മതി. അനാവശ്യ വിവാദം ഒരിക്കലും പാടില്ല. വിവാദങ്ങളിൽ കഴമ്പ് വേണം. എന്നാലേ പറയുന്ന ആളുടെ പ്രസ്താവനയിൽ ന്യായവും പ്രയോജനവും ഉണ്ടാകും. തെരഞ്ഞെടുപ്പിൽ BJPയെ പുറത്താക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണുള്ളതെന്നും സുധാകരൻ വ്യക്തമാക്കി. ഈ ഇലക്ഷന് CPM മത്സരിക്കുന്നത് ദേശീയ പാർട്ടി എന്ന പദവി നിലനിർത്താനല്ല. അതവിടെ നിലനിന്നോളൂ. അത്തരം പ്രചരണങ്ങളും വരുന്നുണ്ടല്ലോ നമ്മുടെ സീനിയർ നേതാക്കന്മാർ തന്നെ. ഇല്ല, നമ്മുടെ പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല. പാർട്ടി കേന്ദ്ര കമ്മിറ്റിയോ പോളിറ്റ് ബ്യൂറോയോ സ്റ്റേറ്റ് കമ്മിറ്റിയോ പാർട്ടിയുടെ അംഗീകാരം നിലനിർത്താനാണ് ഈ ഇലക്ഷൻ എവിടെയാ പറഞ്ഞത്? ഞങ്ങളാരും വായിച്ചില്ല. എനിക്ക് നിങ്ങളുടെ നേതാവിന്റെ പേര് എന്റെ അടുത്ത് പറയരുത്. ഞാനൊരു പഴയ നേതാവാണ്. ഇപ്പൊ നേതാവാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളാരും ഇങ്ങനെ പറയത്തുമില്ല, പറയാനും പോകുന്നില്ല. ഞങ്ങൾ പഠിച്ചതൊന്നുമല്ല. ആവശ്യമുള്ളത് പറഞ്ഞാൽ മതി. നിങ്ങൾ ആരുടെ പേര് ദയവായിട്ട് പറയരുത്. തെരഞ്ഞെടുപ്പിൽ അത്തരം വിവാദങ്ങളിലേക്ക് പോകുന്നത് ശരിയായ കാര്യം. തെരഞ്ഞെടുപ്പിലേക്ക് എന്നല്ല, അനാവശ്യമായ വിവാദം ഒരിക്കലും വേണം. ആവശ്യമായ വിവാദം വേണം. വിവാദങ്ങളെ പേടിക്കരുത്. നെഹ്റു പറഞ്ഞ പോലെ ദ ട്രൂത്ത് കംസ് ഔട്ട് ഓൺലി ത്രൂ ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻ. സംവാദങ്ങളും ഒക്കെ വേണം. ചില ആ വിവാദത്തിൽ കഴമ്പ് വേണം. ആ കഴമ്പുള്ള വിവാദമാണെങ്കിൽ പറയുന്ന ആളുടെ ഭാഗത്ത് ന്യായവും അവിടെ പ്രയോജനവും. ഞാൻ പറഞ്ഞ അതല്ല. ഇതൊന്നുമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ പ്രശ്നം വളരെ വ്യക്തമാണ്. BJPയുടെ ഇന്നത്തെ സ്ഥിതിയുള്ള പോക്ക് വെച്ചാൽ അവരെ മാറ്റേണ്ടതായിട്ടുണ്ട്. അതിനുള്ള സാധ്യത CPM എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഞങ്ങളുടെ സീറ്റുകൾ പരമാവധി കൂടണം. അങ്ങനെ കൂടിയാലാണ് 2004 ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും മറ്റു പാർട്ടികളെ കൂടെ യോജിപ്പിച്ച് അന്ന് കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടു ഞങ്ങൾ 60 MP വോട്ടം കൊണ്ട് കൊടുത്തില്ലേ ഇടതുപക്ഷത്തിന്റെ.
ഇനിയും മോദി പ്രചരണത്തിന് എത്തുമെന്ന് പറയുന്നു. ഇപ്പൊ ED ഉപയോഗിക്കുന്നു. കരവന്നൂറൊക്കെ വലിയ വിഷയവും തർക്കവും ഒക്കെ ആവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്രചരണ ആയുധമാകുന്നു. നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ ഏത് രീതിയിൽ നമ്മൾ അതിൽ നിന്നൊക്കെ എന്തൊക്കെ തിരിച്ചറിവുകൾ വേണമെന്നാണ് എനിക്ക് സിമ്പിളായിട്ട് പറയാനുള്ളത്. നടന്ന കാര്യങ്ങളൊക്കെ നടന്നതാണ്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. അതിൽ ആർക്ക് ഉത്തരവാദിത്തമുള്ള കാര്യം അന്വേഷിച്ച് തീരുമാനിക്കട്ടെ. ഇവിടെ ഇതൊന്നും പ്രശ്നമേ അല്ല. രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം ഓർത്ത് നടുവിൽപ്പെട്ടുണ്ടെന്നാണ് നമുക്ക് ഇലക്ഷൻ ജയിക്കാൻ പറ്റുമോ? ഇലക്ഷൻ ജയിക്കാൻ ഞങ്ങളിപ്പോൾ ആലപ്പുഴയിൽ ആ പ്രശ്നമാണ് പറയുന്നത്. മറ്റു സ്ഥലങ്ങളിൽ അവിടെയുള്ള സഹകൾ അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മോഡിജി എത്ര തവണ വേണമെങ്കിലും വന്നോട്ടെ, എന്താ കുഴപ്പം? അദ്ദേഹം മുൻകാലങ്ങളെല്ലാം വന്ന് വെറുങ്കയോടല്ലേ പോയത്, അല്ലേ? ഞാൻ പറയട്ടെ, അപ്പൊ മോഡിജി വന്നോട്ടെ, അത് അവകാശമുണ്ട്. അതുകൊണ്ടൊന്നും ഉടനെ സീറ്റുകളെല്ലാം പറന്ന് BJPയുടെ കൊട്ടയിൽ പോയി വീഴുമെന്നും ആരും പ്രതീക്ഷിക്കുക. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന കർമ്മരംഗത്ത് ഉണ്ടായിരുന്നതാണ് ഐസിക് സാർ. പത്തനംതിട്ടയിൽ മത്സരിക്കുന്നു. മൊത്തത്തിൽ എങ്ങനെ എല്ലാവരും ഒന്ന് നോക്കി കാണുന്നത്? തെരഞ്ഞെടുപ്പ് ഏത് രീതിയിൽ? ഇടതുപക്ഷ മുന്നണിക്ക് കേരളത്തിൽ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. കൂടുതൽ സീറ്റുകൾ എല്ലാ സീറ്റും ഒന്നും ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. അതാണ് അദ്ദേഹം പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി വളരെ സജീവമായി തന്നെ ജീസുസാരൻ രംഗത്തുണ്ട്. അദ്ദേഹം കുടുംബയോഗങ്ങൾ പങ്കെടുത്ത് മടങ്ങി വരുമ്പോഴാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. കൃത്യമായ നിലപാടുകൾ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ സജീവമായി അദ്ദേഹമുണ്ട്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയം ജില്ലാ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കണ്ണപ്പിൽ കേരള കോൺഗ്രസ് എമ്മിലേക്ക് എന്ന സൂചന നൽകി മന്ത്രി റോഷി അഗസ്റ്റിൻ. മാണി ഗ്രൂപ്പിൽ നിന്ന് പോയവർക്ക് മടങ്ങി വരേണ്ടി വരുമെന്നും ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കൂടുതൽ പേർ രാജിവെക്കുമെന്നും റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു. അതിനിടെ സജിക്ക് പിന്നാലെ പാലായിൽ നിന്നുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളിക്കുന്നവും ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് രാജിവെച്ചു. സജി മഞ്ഞക്കടമ്പിൽ വന്നാൽ പാർട്ടിയിൽ തിരിച്ചെടുക്കുമെന്നും പെട്ടെന്നുള്ള വികാരത്തിന്റെ പുറത്താണ് സജി രാജിവെച്ചതെന്നുമുള്ള നിലപാടിലാണ് PJ ജോസഫ്. എന്നാൽ മോൻസ് ജോസഫിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് സജി മഞ്ഞക്കടമ്പിൽ. ജോസഫ് ഗ്രൂപ്പ് മോൻസ് ഗ്രൂപ്പായി അധപ്പതിച്ചെന്നാണ് വിമർശനം. കേരള കോൺഗ്രസ് ശക്തി പ്രാപിക്കും. ഇന്ന് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി. ഞങ്ങൾക്കൊരു കാര്യമേ ഉള്ളൂ, കേരള പൊതുസമൂഹത്തിൽ കേരള കോൺഗ്രസിൻ്റെ പ്രസക്തി നഷ്ടമാകരുത്. ഒരു വലിയ ജനവിഭാഗം ഞങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്, ഞങ്ങളെ കരുതുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ചവരൊക്കെ മടങ്ങി വരുന്നൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഇവിടെ മാത്രമല്ല, കേരളമെമ്പാടും കാണാം. 1-2 പേരല്ല, ആയിരക്കണക്കിന് അറിയപ്പെടുന്നവരുടെ പേരുകൾ മാത്രം നമ്മൾ മീഡിയയിലൂടെ കാണുന്നു. അറിയപ്പെടാത്ത ആയിരങ്ങൾ പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയിലേക്ക് കയറുന്നുകൊണ്ടിരിക്കുന്നു. എക്കാലത്തും അത്തരം കാര്യങ്ങളെ നല്ല നിലയിൽ കണ്ടിട്ടുള്ളതും സ്വീകരിച്ചിട്ടുള്ളതും അതിനേക്കാൾ ഉപരിയായി ഒറ്റ ഘട്ടമായി ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോയിട്ടുള്ളതുമായ ചരിത്രമാണ് കേരള കോൺഗ്രസിനുള്ളത്. ഇല്ലില്ല, അങ്ങനെ അതിൻ്റെ പേരിൽ ആരും പോയിട്ടില്ല. ചില വികാരപ്പെട്ടു പോയി എന്നുള്ളതിനപ്പുറത്ത് അതിനൊന്നുമില്ല, അടിസ്ഥാനമുള്ള ഒരു കാര്യമില്ല. വന്നാൽ സ്വീകരിക്കത്രേ ഉള്ളൂ. അതിനിടെ കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗം PM മാത്യു ഫ്രാൻസിസ് ജോർജിന്റെ വാർഡ് കൺവെൻഷനിൽ പങ്കെടുത്തു. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ടിലേക്ക്. എന്തായാലും ജോസഫ് ഗ്രൂപ്പിലെ രാജി തുടരുന്ന കാഴ്ചയാണ് ഇന്നും കാണുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നമാണ് ഇന്ന് പ്രധാനമായും രാജിവെച്ചത്. ഇത് കൂടാതെ പാലായിൽ നിന്നുള്ള യൂത്ത് ഫ്രണ്ടിന്റെയും പാർട്ടിയുടെ പ്രാദേശികമായ പല നേതാക്കളുമൊക്കെ രാജിവെച്ച് സജിക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ തീരുമാനം വ്യക്തമാക്കാൻ കോട്ടയത്ത് ഒരു സമ്മേളനം തന്നെ വിളിക്കാനാണ് സജി മഞ്ഞക്കടമ്പലിന്റെ തീരുമാനം. ഒരു ശക്തി പ്രകടനം നടത്തുക എന്നുള്ളതാണ് സജി ഉദ്ദേശിക്കുന്നത്. എന്തായാലും സജിയുടെ വരവ് കേരള കോൺഗ്രസ് എമ്മിലേക്ക് എന്ന സൂചന നൽകുകയാണ് റോഷി അഗസ്റ്റിൻ ഇന്ന് ചെയ്തത്. റോഷി പറയുന്നത് മാണി ഗ്രൂപ്പ് വിട്ടവർക്ക് അതിലേക്ക് തന്നെ മടങ്ങി വരേണ്ടി വരും, സജിക്ക് സ്പേസ് ഉണ്ടാകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം പുതിയ പാർട്ടി രൂപീകരിക്കാനൊന്നുമില്ല എന്ന് സജി ഇന്ന് ആവർത്തിക്കുകയും ചെയ്തു. എന്തായാലും സജിയുടെ പാർട്ടി വിട്ടുള്ള പോക്കിന് വൈകാരികമായിട്ടുള്ള പ്രതികരണം എന്ന നിലയിലാണ് PJ ജോസഫ് ഇന്ന് പ്രതികരിച്ചത്. ആദ്യമായാണ് ജോസഫ് ഇങ്ങനെ ഒരു വിഷയത്തിൽ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വരുന്നത്. എന്തായാലും ഈ വിഷയം ചൂടേറിയ ചർച്ചയാകുകയാണ്. സജി ക്യാമ്പിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിലും ഓരോരുത്തരെയായി രാജിവെപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക, അങ്ങനെ തന്റെ ശക്തി തെളിയിക്കുക, മോൻസ് ജോസഫിനെതിരായ രാഷ്ട്രീയ നീക്കം കൂടുതൽ ശക്തമാക്കുക എന്നത് തന്നെയാണ്. അതിനിടെയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ജോസ് കെ മാണി വിമർശകനായി നിന്ന ആ പാർട്ടിയിലെ ഉന്നതാധികാര സമിതി അംഗം
PM മാത്യു ഇന്നലെ പ്രാദേശികമായി ചേർന്ന UDF യോഗത്തിൽ പങ്കെടുത്തത്. അദ്ദേഹം UDF സ്ഥാനാർത്ഥിയാണ് ഇവിടെ ജയിക്കേണ്ടത്, UDF ആണ് ജയിക്കേണ്ടത് എന്ന നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം തന്നെ അദ്ദേഹം LDF വിടുകയോ കേരള കോൺഗ്രസ് എം വിടുകയോ ചെയ്തിട്ടില്ല എന്നുകൂടി പറയുകയാണ് PM മാത്യു ചെയ്യുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുന്നേ ഇതൊരു വിഷയവും ഇതൊരു തരത്തിലും തങ്ങളെ ബാധിക്കില്ല എന്ന നിലപാടിലാണ് UDF ക്യാമ്പ് ഉള്ളത്. അതേസമയം വരും ദിവസങ്ങളിലും കൂടുതൽ രാജികൾ വെപ്പിച്ചുകൊണ്ട് കടുത്ത ആഘാതം UDFന് നൽകുക എന്നുള്ളതാണ് LDF ക്യാമ്പിന്റെയും ഫലത്തിൽ സജി മഞ്ഞക്കടമ്പിലിന്റെ ഒരു ലക്ഷ്യം. എന്തായാലും ഫലത്തിൽ BDJS ഉൾപ്പെടെയുള്ളവരും ഇന്ന് KM മാണിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥനകൾ നടത്തി. രാവിലെ ആദ്യം ജോസ് കെ മാണിയും ഒക്കെയാണ് എത്തിയത്. റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ കേരള കോൺഗ്രസ് എം നേതാക്കൾ എത്തുന്നു. അതിനുശേഷം ജോസഫ് വിഭാഗം നേതാക്കൾ എത്തുന്നു. അതിനുശേഷമാണ് സജി മഞ്ഞക്കടമ്പിൽ ഉൾപ്പെടെയുള്ളവരെത്തിയത്. അതിനുശേഷം ഇപ്പുറത്തെ BDJS സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവരും എത്തി. എന്തായാലും വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കോട്ടയം കാഴ്ചക്കാരായി മാറുന്നു എന്നതാണ് ഈ ദിവസം ഇന്നും കണ്ടത്. കോട്ടയത്ത് KM മാണി സ്മൃതി സംഗമവും ജോസ് കെ മാണി വിഭാഗം നടത്തി വരുന്നു. എന്തായാലും പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്. പാലായിൽ KM മാണിയുടെ വീട്ടിലെത്തി ജോസഫ് ഗ്രൂപ്പ് നേതാവ് PC തോമസ്. KM മാണിയുടെ ഭാര്യയുമായി PC തോമസ് കൂടിക്കാഴ്ച നടത്തി. ബന്ധുവെന്ന നിലയിലാണ് സന്ദർശനമെന്ന് PC തോമസ് പ്രതികരിച്ചു. കോൺഗ്രസ് പ്രകടന പത്രികയുടെ 8ാം പേജിനെ ചൊല്ലി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് വാക്പോര്. 8ാം പേജ് CAA പറ്റിയുള്ള നിലപാടറിയാമെന്ന സതീശന്റെ വാദത്തിനാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് 8ാം പേജിൽ കാണുന്നില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞു. പ്രകടന പത്രികയുടെ കോപ്പിയാണിത്. ഇവരിറക്കിയ പ്രകടന പത്രികയുടെ നമ്മുടെ ഈ പൗരത്വ ഭേദഗതി നിയമത്തില് കോൺഗ്രസ് പ്രകടന പത്രിക മൗനം പാലിച്ചു. എന്താണൊന്നും പറയാതിരുന്നത് എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. അപ്പോ യഥാർത്ഥത്തില് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം തീർത്തും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അതിലൊരു ഉരുണ്ടുകളിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കോൺഗ്രസ് പ്രകടന പത്രികയുടെ പേജ് 8 ഇതില് പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം. ഇതാണ് ആ പേജ് 8ന്റെ ഭാഗം. അതില് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും നൽകുന്ന മുഴുവൻ സംരക്ഷണത്തെക്കുറിച്ചും പറയുന്നുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ടുണ്ടാക്കിയ എല്ലാ നിയമങ്ങളും തങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി നടത്തിയ വലിയ വാദം. പൗരത്വ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസ് പുലർത്തുന്ന മൗനം എതിർചേരി ചർച്ചയാക്കുന്നതിനിടെയാണ് പ്രകടന പത്രികയുടെ 8ാം പേജിൽ ഇക്കാര്യം പാർട്ടി പറയുന്നത് എന്ന് ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. അതെല്ലാം വളരെ കൃത്യമായിട്ട് പേജ് 8 വായിച്ചു നോക്കിയാൽ മതി. പേജ് 8 വായിച്ചാൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും ഉള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം ഈ ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ട് ഉണ്ടാക്കിയ എല്ലാ നിയമങ്ങളും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ആസാമിൽ പോയി പബ്ലിക് മീറ്റിംഗ് നടത്തി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം റദ്ദാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് നേരത്തെ തന്നെ വാഗ്ദാനം നൽകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ തകർക്കുന്ന ഏത് നിയമം കഴിഞ്ഞ 10 കൊല്ലം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതെല്ലാം ഞങ്ങൾ റദ്ദ് ചെയ്യും. അതിന്റെ അകത്ത് പൗരത്വ നിയമവും വരും. വീണ്ടും ഇടവേള. കാസർഗോഡ് ചീമേനി ചെമ്പ്രകാനത്ത് അമ്മയെയും 2 മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. പെരിങ്ങോം പഞ്ചായത്ത് ഓഫീസ് ജീവനക്കാരി സജീന, മക്കളായ ഗൌതം, തേജസ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മക്കളെ കിടപ്പുമുറിയിലും സജീന വീടിന്റെ ടെറസിൽ തൂങ്ങിയ നിലയിലുമായിരുന്നു. മക്കളെ കഴുത്ത് ഞെരിച്ചു കൊന്ന ശേഷം അമ്മ തൂങ്ങി മരിച്ചെന്നാണ് നിഗമനം. ചോയ്യങ്കോട് KSB സബ് എഞ്ചിനീയർ TS രഞ്ജിത്തിന്റെ ഭാര്യയാണ് സജീന.
വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സിബിഐക്ക് ആവശ്യമായ സൗകര്യം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി. സംസ്ഥാന പോലീസ് മേധാവിക്കും സർക്കാരിനുമാണ് നിർദ്ദേശം. ദില്ലി യൂണിറ്റ് അന്വേഷണം നടത്തുന്നതിനാൽ പോലീസ് സഹായം ആവശ്യമാണെന്ന് സിബിഐ ആവശ്യപ്പെട്ടു. കേസ് ഏറ്റെടുത്തതായുള്ള വിജ്ഞാപനം കേന്ദ്രം കോടതിയിൽ ഹാജരാക്കി. ഏപ്രിൽ 5-ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെന്ന് കേന്ദ്രം അറിയിച്ചു. ഹർജിയിലെ തുടർ നടപടി അവസാനിപ്പിച്ചു. ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യാ കേസിലെ പ്രതി ഡോക്ടർ റുവൈസിന് ആശ്വാസം. മെഡിക്കൽ കോളേജിൽ തുടർ പഠനത്തിന് വീണ്ടും ഹൈക്കോടതി അനുമതി നൽകി. ക്ലാസിൽ പങ്കെടുക്കാനാണ് അനുമതി, പക്ഷേ ഹാജർ ലഭിക്കില്ല. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് ഇടക്കാല ഉത്തരവ്. അച്ചടക്ക നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് നടപടി. തൃശൂർ എരുമപ്പെട്ടി വെള്ളാറ്റഞ്ഞൂരിൽ 3 കുട്ടികളുമായി യുവതി കിണറ്റിൽ ചാടി. 2 കുട്ടികൾ മരിച്ചു. വെള്ളാറ്റഞ്ഞൂർ പൂന്തിരുത്തിൽ വീട്ടിൽ 7 വയസ്സുകാരൻ അഭിജയ്, 6 വയസ്സുകാരൻ ആദിദേവ് എന്നിവരാണ് മരിച്ചത്. അമ്മ, 29 വയസ്സുള്ള സയന, 1.5 വയസ്സുള്ള മകൾ ആഗ്നിക എന്നിവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. മരിച്ച കുട്ടികളിൽ ഒരാളുടെ മൃതദേഹം വെള്ളറക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും ഒരാളുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ്. അമ്മയും 1.5 വയസ്സുകാരി മകളും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. അതിരപ്പള്ളി പൊകലപ്പാറയിൽ ബസ് തടഞ്ഞ് മഞ്ഞക്കൊമ്പൻ. പെരിങ്ങൽകുത്തിൽ നിന്ന് ചാലക്കുടിയിലേക്ക് പോകുന്ന ബസ്സാണ് തടഞ്ഞത്. ആന റോഡിൽ നിലയുറപ്പിച്ചതോടെ 15 മിനിറ്റ് നേരം യാത്ര തടസ്സപ്പെട്ടു. അത്യുഷ്ണത്തിലും ആട്ടിൻകൂട്ടങ്ങളുമായി തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികൾ പാലക്കാട്ടേക്ക് എത്തുന്നു. കടുത്ത വെയിലിലും കുട പോലും ചൂടാതെ തുച്ഛമായ കൂലിക്ക് വേണ്ടിയാണ് തമിഴ് തൊഴിലാളികൾ ആട്ടിൻകൂട്ടങ്ങളുമായി എത്തുന്നത്. സമാനതകളില്ലാത്ത ഉഷ്ണത്തെയാണ് പാലക്കാട് അഭിമുഖീകരിക്കുന്നത്. 43 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നു. പക്ഷേ മീനവേനലിൽ കരിഞ്ഞുണങ്ങുന്ന പാലക്കാടൻ പാടങ്ങളിലെ പച്ചപ്പ് തേടി തമിഴ്നാട്ടിൽ നിന്ന് ചെമ്മരിയാടിൻ കൂട്ടങ്ങളെത്തുന്നു. പട്ടിണിയേക്കാൾ വലുതല്ല ഉഷ്ണമെന്നതിനാൽ തന്നെ വെയിലൊന്നും ആടിനെ മേയ്ക്കുന്ന തൊഴിലാളികൾക്ക് പ്രശ്നമില്ല. കടുത്ത വെയിലത്ത് ആടുകളെ മേച്ചുകൊണ്ടിവർ കിലോമീറ്ററുകളോളം നടക്കും. 700 രൂപയാണ് ദിവസക്കൂലി. വയലുകളിൽ എവിടെയെങ്കിലും തീകൂട്ടി ഭക്ഷണമുണ്ടാക്കി കഴിച്ചാണ് യാത്ര തുടരുന്നത്. രാത്രിയിൽ ഏതെങ്കിലും മരച്ചുവട്ടിൽ അന്തിയുറങ്ങും. ചൂടെന്നൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, ജീവിക്കണ്ടേ. ചൂട് ഭയങ്കരമാ, നമ്മളാലെ താങ്ങൂല. எப்படி நீங்க போறது இந்த மாதிரி? நடந்ததே போறது. ஃபுல் வெயில்ல இல்ல நடந்ததே பைப் 2 மாசம் இருக்கு, விசு வரைக்கும் இருக்கு, ஒரு வாரம் இருக்கு. விசு 10-15 நாள் கழிச்சு போகும். அப்ப இந்த மாதிரி சூடு அது கம்மியான மழை பெய்ய மாட்டேதே. மழை பெய்ய எப்படி நீங்க வேலை பண்றது? வேலை மேய்ச்சிட்டு மேய்க்க வேண்டியதா, நைட்டு பால் இருக்க வேண்டியதா, சாப்பாடாக்கி இங்கேயே காட்டுக்குள்ள சாப்பிட்டு படுத்து தூங்க வேண்டியதா. எத்தனை பேர் இருக்கு? நாங்கள் ஒரு 5-6 பேர் இருக்கிறோம். ചൂട് തന്നെ അവിടെ മരത്തന്നെ അവിടെ തണുപ്പിൽ നിൽക്കും. പിന്നെ അപ്പുറം അത് വെള്ളം കാണിക്കുമ്പോൾ അങ്ങനെ വെള്ളത്തിന് കിടക്കും. ഞങ്ങളപ്പോൾ എന്ത് ചെയ്യാ, പിന്നെ അങ്ങനെ തണുപ്പിൽ നിൽക്കാമല്ലേ. രാവിലെ 10 മണിയിലിരുന്ന് വൈകുന്നേരം 6 മണി വരെ. പിന്നെ അപ്പുറം ഞങ്ങൾ ഭക്ഷണം വയ്ക്കും. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ ആട്ടിൻകൂട്ടങ്ങൾക്കൊപ്പം ഓടിയും നടന്നും കിതയ്ക്കുന്ന തമിഴ് തൊഴിലാളികൾ.
കടുത്ത വെയിലിൽ ഊഷരഭൂമിയായ പാലക്കാടൻ ഗ്രാമങ്ങൾ കരിഞ്ഞുണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തണ്ണീർക്കുഴികളെല്ലാം വരണ്ടുകൊണ്ടിരിക്കുന്നു. മരുഭൂവൽക്കരണത്തിന്റെ സൂചനകൾ പ്രകടിപ്പിക്കുന്നുണ്ട് പാലക്കാടൻ ഗ്രാമങ്ങൾ. ചൂട് താങ്ങാനാവാതെ മനുഷ്യർ തളർന്നു വീണുകൊണ്ടിരിക്കുമ്പോഴാണ് അതിർത്തി കടന്നെത്തുന്ന മനുഷ്യർ വിയർത്തൊലിച്ച് ആട്ടിൻകൂട്ടങ്ങൾക്ക് പിന്നാലെ പൊരിവെയിലത്ത് ഓടുന്നത്. -43 ഡിഗ്രി വരെ ചൂടനുഭവപ്പെടുന്നുണ്ട് പാലക്കാട്. എന്നാൽ ഈ അത്യുഷ്ണത്തെ പോലും വകവയ്ക്കാതെ തമിഴ്നാട്ടിൽ നിന്ന് ആടുമേക്കാനെത്തുന്ന കുറേ മനുഷ്യരെയാണ് നമ്മൾ കണ്ടത്. അതായത് ഇവരുടേതും ഒരു തരത്തിൽ ആടുജീവിതം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. ടൈൽസ് വിപണന രംഗത്ത് 34 വർഷത്തെ പാരമ്പര്യമുള്ള ന്യൂ രാജസ്ഥാൻ മാർബിൾസ് ഷോറൂം ഇനി മൂവാറ്റുപുഴ ആവോലിയിൽ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാത്യു കുഴൽനാടൻ MLA, ഷെൽമി ജോൺസ്, VB വിഷ്ണു തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ടൈൽസിന്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂമാണ് മൂവാറ്റുപുഴയിൽ. ഫ്ളാറ്റ് നിർമ്മാതാക്കൾ, കരാറുകാർ, ചെറുകിട കച്ചവടക്കാർ എന്നിവർക്ക് അനുയോജ്യമായ രീതിയിലാണ് ഷോറൂം ഒരുക്കിയിരിക്കുന്നത്. മൈജി ഫ്യൂച്ചർ പനവിള ഷോറൂമിന്റെ ഉദ്ഘാടനം സ്പീക്കർ N ഷംസീർ നിർവഹിച്ചു. ചീഫ് ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ അനീഷ് സിയാർ, ലീഡ് ബിസിനസ് ഓപ്പറേഷൻസ് മുഹമ്മദ് റബിൻ, AGM KK ഫിറോസ്, ബ്രാഞ്ച് മാനേജർ മുഹസിൻ, MB സനൽകുമാർ, ബേബി ജോൺ മുളമൂട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാർഷിക റീറ്റെയിൽ ആഗോള വിറ്റുവരവ് 50,000 കോടി രൂപ കടന്നു. ഒരു വർഷത്തിനുള്ളിൽ പുതിയ 100 ഷോറൂമുകൾ കൂടി കമ്പനി ആരംഭിക്കും. ഇതിന് 7,000 ജീവനക്കാരെ അധികമായി നിയമിക്കുമെന്നും മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. ഇതോടെ ആകെ ജീവനക്കാരുടെ എണ്ണം 28,000-ആയി ഉയരും. CSR പ്രവർത്തനങ്ങൾക്ക് മലബാർ ഗ്രൂപ്പ് 234 കോടി ചെലവഴിച്ചു. ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് ബ്രിട്ടൻ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയുടെ ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ. വിദ്യാഭ്യാസ രംഗത്ത് ആഗോളതലത്തിലെ ഏറ്റവും മികച്ച അക്രഡിറ്റേഷൻ ആൻഡ് റിസർച്ച് ഓർഗനൈസേഷനാണ് ബ്രിട്ടൻ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി. ബ്രിട്ടൻ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയുടെ കോർപ്പറേറ്റ് പാർട്ണർ പദവിയിലെത്തുന്ന ഇന്ത്യയിലെ 4ാമത്തെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആദി ഗ്രൂപ്പ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടെക്നിക്കൽ ആൻഡ് മാനേജ്മെന്റ് കോഴ്സുകളും അവയുടെ റിസർച്ച് ഫെസിലിറ്റീസുമാണ് BSMTയുടെ പ്രത്യേകത. ചിട്ടയായ പ്രവർത്തന മികവാണ് അംഗീകാരം നേടാൻ സഹായിച്ചതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,575 രൂപ, പവന് 52,600. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,500 രൂപയും പവന് 44,000 രൂപയും. വെള്ളി ഗ്രാമിന് 87 രൂപ, കിലോയ്ക്ക് 87,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു ലൈവ് at 6. നമസ്കാരം.